പാൻജിയ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം ആൽഫ്രഡ് വേഗർ. ഉത്തരായന രേഖ കടന്നു പോകാത്ത രാജ്യം ഏതാണ്? ഉത്തരം ന്യൂസിലാൻഡ്. റാബി വിളകൾ വിളവെടുക്കുന്ന സമയം ഏതാണ്? ഉത്തരം ജൂൺ മുതൽ ജൂലൈ വരെ. മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം? ഉത്തരം വജ്രം. സർബതി സോറോണ എന്ന ഗോതമ്പിനം വികസിപ്പിച്ച കൃഷിശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ആർദ്രം പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയ വർഷം ഏതാണ്? ഉത്തരം 2016. മനുഷ്യൻ്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഉത്തരം വൺ ഹെൽത്ത്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിൻ്റെ മൂല്യം എത്രയാണ്? ഉത്തരം 0. 2 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ 2 മീറ്റർ ഉയരത്തിൽ എത്തിക്കാൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ് എത്രയാണ്? ഉത്തരം 39.2. മരീചിക ഏത് പ്രതിഭാസം മൂലമാണ് ഉണ്ടാകുന്നത്? ഉത്തരം പൂർണ്ണ ആന്തരിക പ്രതിഫലനം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഇവിടെ ശരിയായ ഉത്തരം ഇന്ത്യൻ ഭരണഘടന ഒരു ദൃഢഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് 1951 ഇന്ത്യൻ ഭരണഘടനയിൽ അവസാനമായി പാസാക്കിയ ഭേദഗതിയിൽ ഒപ്പുവെച്ചത് രാംനാഥ് കോവിന്ദ് ആണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ കാലക്രമത്തിൽ ക്രമപ്പെടുത്തുക. ഇവിടെ ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, വിശ്വനാഥ് പ്രതാപ് സിംഗ്, പി.വി. നരസിംഹറാവു, അടൽ ബിഹാരി വാജ്പേയി. ഇതാണ് പ്രധാനമന്ത്രിമാരുടെ കറക്റ്റ് ഓർഡർ. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം G20 ഉച്ചകോടി. മനുഷ്യഹൃദയത്തിലെ ഏതറയുടെ ഭിത്തിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത്? ഉത്തരം ഇടത് വെൻട്രിക്കിൾ. ജീവകം B6ൻ്റെ രാസനാമം? ഉത്തരം പിരിഡോക്സിൻ. ഫംഗസ് മുഖേന മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ്? ഉത്തരം റിംഗ് വേം. 2023 നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യം ഏതാണ്? ഉത്തരം ഫിൻലാൻഡ്. ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം രാജസ്ഥാൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലാർജ് സ്കെയിൽ മാപ്പ് ഏതാണ്? ഉത്തരം കഡസ്ട്രൽ ഭൂപടം. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏതാണ്? ഉത്തരം നീലഗിരി. ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏത്? ഉത്തരം നൈട്രജൻ. കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? ഉത്തരം KP കേശവമേനോൻ. കൊല്ലവർഷം ആരംഭിച്ചത് എന്ന്? ഉത്തരം AD 825 ഓഗസ്റ്റ് 15. നീലംപേരൂർ പടയണി ആഘോഷിച്ചു വരുന്ന ജില്ല? ഉത്തരം ആലപ്പുഴ. ഭാരതരത്നം ലഭിക്കുന്ന ആദ്യത്തെ കായിക താരം? ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ. 2023 സ്വാതി തിരുനാൾ സംഗീത പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം P. ജയചന്ദ്രൻ. വാതകങ്ങളുടെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമം? ഉത്തരം ഗേ-ലുസാക്ക് നിയമം. മനുഷ്യ ഉമിനീരിൻ്റെ pH മൂല്യം എത്രയാണ്? ഉത്തരം 7.4. 2022 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ ഇവരിൽ ആരാണ്? ഉത്തരം കരോളിൻ R. ബർട്ടോസി. താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന ക്രമത്തിൽ ഉത്തരം ശരിയായി തിരഞ്ഞെടുത്തെഴുതുക. ആദ്യത്തേത് പൂക്കോട്ടൂർ യുദ്ധം, നിവർത്തന പ്രക്ഷോഭം, കയ്യൂർ സമരം, പുന്നപ്ര വയലാർ സമരം. അസംഗാർ പ്രഖ്യാപനം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ശിപ്പായി ലഹള.
ഇന്ത്യയുടെ 10ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന തിരുനെല്ലായി നാരായണയ്യർ ശേഷൻ അന്തരിച്ചത് എന്ന്? ഉത്തരം 2019 നവംബർ 10. വിധവാ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിധവകൾ അല്ലെങ്കിൽ വിവാഹമോചിതർ എന്നിവർക്ക് പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? ഉത്തരം മംഗല്യം പദ്ധതി. താഴെ തന്നിരിക്കുന്നവരിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടില്ലാത്തത് ആര്? ഉത്തരം നാലകത്ത് സൂപ്പി. താഴെ തന്നിരിക്കുന്നവയിൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏത്? ഉത്തരം ബാസ്റ്റൈൻ ഗേവിന്റെ പതനം. റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂവുടമവർഗം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം കുലാക്കുകൾ. റാണി രാംപാൽ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്? ഉത്തരം ഹോക്കി. പ്രമേഹത്തിന്റെ ഏത് വകഭേദത്തെയാണ് ജീവിതശൈലി രോഗമായി കണക്കാക്കപ്പെടുന്നത്? ഉത്തരം ടൈപ്പ് 2 പ്രമേഹം. പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല? ഉത്തരം കാസർഗോഡ്. 2023 ലോകബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരം 38. ജവഹർലാൽ നെഹ്റു മുന്നോട്ടുവച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റ്, നിയമവിരുദ്ധം, അപക്വമായത്, ദാരുണമായത്, അപകടകരം എന്നൊക്കെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സഭാംഗം ആരായിരുന്നു? ഉത്തരം മുകുന്ദ് രാം റാവു ജേക്കർ. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമം തടയുന്നതിനായി ഉണ്ടാക്കിയ പോക്സോ നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം 2012. പുരുഷത്വം ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരാളെ ദേഹോപദ്രവം ഉണ്ടാക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഏത് കുറ്റമാണ്? ഉത്തരം കഠിന ദേഹോപദ്രവം. വിവാഹിതരായ സ്ത്രീകൾ അസ്വാഭാവിക സാഹചര്യങ്ങളിൽ മരണപ്പെടുമ്പോൾ സ്ത്രീധന മരണമായി കണക്കാക്കുന്നത് വിവാഹശേഷം എത്ര വർഷങ്ങൾക്കുള്ളിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് മരണം